കെട്ടിടത്തിന്റെ 1-ാം നിലയിലായിരുന്നു അയാളും കുടുംബവും താമസിച്ചിരുന്നത്. അവരുടെ 2 കുഞ്ഞുമക്കൾ ആ വീട്ടിൽ ചിരിയും കളിയും പടർത്തി. തെക്കേ ഇന്ത്യയിലെ ആ വേനൽക്കാലം അയാൾക്ക് കഠിനമായ ചിക്കൻ പോക്സ് സമ്മാനിച്ചു. 2 ദിനങ്ങൾക്കുള്ളിൽ ഭാര്യയ്ക്കും 2 കുഞ്ഞുമക്കൾക്കും കൂടിയായി. സുഹൃത്തുക്കൾ അവർക്ക് തണുപ്പേകുന്ന വേപ്പിലയും മരുന്നും കൊടുത്ത് ശുശ്രൂഷിച്ചു. അന്ന് ഏകദേശം ഉച്ച സമയം ആയിട്ടുണ്ടാകും. ദീനത്താൽ അയാളും ഭാര്യയും വിശ്രമിക്കുകയായിരുന്നു. അവരുടെ 1.25 വയസ്സുള്ള ഇളയ കുഞ്ഞിനെ കാണുന്നില്ല. മുറിയിൽ നോക്കിയിട്ട് എങ്ങുമില്ല. അപ്പോഴാണ് താഴത്തെ നിലയിൽ നിന്ന് നിലവിളി കേട്ടത്. അയ്യോ, കുഞ്ഞ് താഴത്തെ ഫ്ലോറിൽ വീണ് കിടക്കുന്നു. നിലവിളിയും കരച്ചിലും ആ വീടിനെ മൂടി. 4 ചക്ര വാഹനവും 2 ചക്ര വാഹനവും അവർക്കുണ്ട്. പക്ഷേ ചിക്കൻ ബോക്സും കൊണ്ട് എങ്ങനെ ആശുപത്രിയിൽ പോകും? സന്തോഷ് ഡോക്ടറിന്റെ കാര്യം അയാൾ ഓർത്തു. അദ്ദേഹത്തിന് കാറും ഉണ്ട്. ടെലിഫോണിൽ ഡോക്ടറെ വിളിക്കുമ്പോൾ കാർ സർവീസ് ചെയ്യുവാൻ അന്ന് അവധിയെടുത്ത് അവരുടെ വീടിന്റെ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. പറന്നെത്തിയ ഡോക്ടർ കുഞ്ഞിനെ താങ്ങിയെടുത്ത് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പനും അമ്മയും ആരുമില്ല കൂടെ. ആ കുഞ്ഞിന് ആ ഡോക്ടറും സിസ്റ്റേഴ്സുമാരും അപ്പനും അമ്മയും ആയി ഉറക്കളിച്ചു. ദൈവം കുഞ്ഞിന് മേൽ ജീവശ്വാസമൂതി. ഇന്നവന് 18 വയസ്സ് തികഞ്ഞിരിക്കുന്നു. നിത്യം താങ്ങാകുന്ന ദൈവത്തിന്റെ മാലാഖമാരായിരുന്നു ആശുപത്രിയിലെ ആ സ്നേഹിതർ. വാഹനം ഓടിക്കാനുള്ള അറിവും പ്രയോജനം ചെയ്യാത്ത ഒരു സാഹചര്യം ആർക്കും ഉണ്ടായേക്കാം. അത് ചിലപ്പോൾ ദൈവത്തിന്റെ മാലാഖമാരെ കാണാനുള്ള അവസരമായിരിക്കും. അവരന്റെ വാഹനവും അവരന്റെ അറിവും മാലാഖമാരായി നമ്മെ സംരക്ഷിച്ചത് ഓർക്കണം. സ്വന്തം ആശ്രയ കേന്ദ്രങ്ങൾ പരാജയപ്പെട്ടേക്കാൻ ഇടയുണ്ടെന്ന് ഈ നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.